സ്വന്തം വകുപ്പിൽ നിന്നും 1 കോടിയോളം രൂപയുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു. കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരിക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. വെള്ളരി കൃഷിക്കായിട്ടാണ് ഈ തുക കൈപ്പറ്റിയതെന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശം നൽകും. വെള്ളരി അഴിമതിയെക്കുറിച്ച് പറയൂ ബൽറാം. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സ്വന്തം വകുപ്പിന് കീഴിൽ വരുന്ന നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്നിൻ്റെ ഒരു പദ്ധതിയിൽ നിന്നും മന്ത്രി 1 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ, സബ്സിഡി ആനുകൂല്യം കൈപ്പറ്റി എന്നാണ് പുറത്തുവരുന്ന വിവരം. സ്വന്തം നാടായ രാജസ്ഥാനിൽ മന്ത്രി നടത്തിയ കൃഷിക്കാണ്, വെള്ളരി കൃഷിക്ക് വേണ്ടിയാണ് ഈ ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നത്. 2014-15 കാലഘട്ടത്തിലാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് ഈ വ്യാവസായിക കൃഷിക്കായി 50% സബ്സിഡി നൽകാനുള്ള പദ്ധതി അത് അംഗീകരിക്കുന്നത്. ഈ പദ്ധതി വഴിയാണ് മന്ത്രി ഒരു വെള്ളരി ഫാം ആരംഭിക്കുന്നത്. അതിന് 99,60,000 രൂപയാണ് സബ്സിഡിയായി കേന്ദ്ര സർക്കാരിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും താല്പര്യ വൈരുദ്ധ്യം എന്നുള്ളത് മന്ത്രി തന്നെയാണ് ഈ ബോർഡിൻ്റെ സുപ്രധാന പങ്ക് വഹിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റാണ് കേന്ദ്ര കൃഷി സഹമന്ത്രി എന്നുള്ളത്. എന്നാൽ ഇത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൻ്റെ അന്വേഷണാത്മക റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത്. ഇതിൽ മന്ത്രിയോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കേന്ദ്രമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. ഇതിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമാനമായി തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, സർക്കാരിലെ IAS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ പദ്ധതി വഴി സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിലും സ്വന്തം പേരിലും സബ്സിഡി ആനുകൂല്യങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.